കഥയെ ആരംഭിക്കുന്നത് അന്ധനായ വാൾപ്പയറ്റുകാരൻ സറ്റോയിച്ചിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ എതിരെ വരുന്ന ശത്രുക്കളെ തന്റെ മികച്ച കേൾവി ശക്തി കൊണ്ടും മണം പിടിക്കാനുള്ള കഴിവുകൊണ്ടും വളരെ എളുപ്പത്തിൽ വകവരുത്താൻ സമുറായി കൂടിയായ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അന്നത്തെ കാലത്തെ പ്രഗത്ഭരായ സാമുറായികൾ പോലും സറ്റോയിച്ചിയെ ഭയന്നിരുന്നു. ഒരിക്കൽ സറ്റോയിച്ചി ഒരിടത്തിരിക്കുമ്പോൾ ഒരു സംഘം ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വന്നു. അവരൊരു പയ്യന്റെ അടുത്ത് ചെന്ന് സറ്റോയിച്ചിയുടെ ദണ്ട് മോഷ്ടിച്ച് തങ്ങൾക്ക് കൊണ്ടുതരാൻ പറഞ്ഞു. വളരെ വലിയ വാൾപ്പയറ്റുകാരനായ സറ്റോയിച്ചിയുടെ അടുത്തു നിന്നും അങ്ങനെ മോഷ്ടിക്കാനും അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാനും താൻ തയ്യാറല്ല എന്നായിരുന്നു ആ പയ്യന്റെ മറുപടി. പക്ഷേ ഗുണ്ടകൾ അത് കാര്യമാക്കിയില്ല. സറ്റോയിച്ചിയുടെ മുമ്പിലേക്ക് ചെന്ന് രണ്ടുപേർ സറ്റോയിച്ചിയെ അപമാനിക്കാനും കളിയാക്കാനും ഒക്കെ ആരംഭിച്ചു. സറ്റോയിച്ചി ഒരു സാധാരണ അന്ധനാണ് എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. ഒരു പരിധി കഴിഞ്ഞതും നൊടിയിടയിൽ സറ്റോയിച്ചി അവർക്ക് മറുപടി കൊടുത്തു. പക്ഷെ മറുപടി വാക്കുകൾ കൊണ്ടായിരുന്നില്ല, മറിച്ച് തന്റെ വാളുകൊണ്ടായിരുന്നു. അത് കണ്ടതും മറ്റു ഗുണ്ടകൾ ഭയന്നോടുന്നുമുണ്ട്. ഇതേസമയം മറ്റൊരു ഗ്രാമത്തിൽ ഓമയെന്ന് പറയുന്ന വൃത്തിയായ ഒരു സ്ത്രീയെ നമ്മൾ പരിചയപ്പെടുന്നു. ഓമെ കർഷകയും മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന സ്ത്രീയുമാണ്. അന്ന് അവരുടെ അടുത്തേക്ക് അവിടുത്തെ വളരെയധികം പ്രശ്നം സൃഷ്ടിക്കുന്ന യാക്കുസ ഗ്യാങ് വന്നെത്തുകയാണ്. ഗിൻസോ എന്നായിരുന്നു ഗ്യാങ്ങിന്റെ പേര്. ഗ്യാങ്ങിലെ ആളുകൾ ഓമയോടും അടുത്തുള്ളവരോടും പണം തരുവാൻ ആവശ്യപ്പെട്ടു. അന്ന് കച്ചവടം ചെയ്തത് മുഴുവൻ തരുവാനായിരുന്നു അവർ ബലം പ്രയോഗിച്ച് ആവശ്യപ്പെട്ടത്. യാക്കുസയുടെ ആ പ്രവൃത്തിക്കെതിരെ അവർക്കൊക്കെ എതിർപ്പുണ്ടെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത്രമേൽ പ്രശ്നക്കാരാണ് ആ സംഘം. പോലീസുകാർക്ക് വരെ വളരെയധികം കൈക്കൂലി കൊടുത്ത് അവരെ അവർ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. നിയമം പോലും അവർക്കെതിരെ തിരിയില്ല. യാക്കുസ സംഘത്തെ സഹിച്ചായിരുന്നു ഗ്രാമത്തിലുള്ളവർ മുഴുവൻ ജീവിച്ചിരുന്നതും. ഒരു കാലത്ത് സമുറായായി നിരവധി പേരെ കൊന്നുതള്ളിയ സറ്റോയിച്ചി ആ ജീവിതമൊക്കെ വിട്ട് നാടുകൾ തോറും സഞ്ചരിക്കുന്ന ഒരു നാടോടിയായി മാറിയിരുന്നു. നിലവിൽ ഒരു ഒഴിച്ചിലുകാരനായിട്ടാണ് അയാൾ ജോലി നോക്കുന്നത്. നഗരത്തിലേക്കുള്ള തന്റെ യാത്രക്കിടയിൽ ഓമയെ അദ്ദേഹം കണ്ടുമുട്ടി. ഭാരം ചുമക്കാൻ കഷ്ടപ്പെട്ടിരുന്ന ഓമയെ അദ്ദേഹം സഹായിച്ചു. ഓമയെ അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിന് ഭക്ഷണവും കൊടുത്തു. താല്പര്യമുണ്ടെങ്കിൽ അവിടെ കുറച്ചുനാൾ തങ്ങിക്കോളാനും ഓമെ പറഞ്ഞു. സറ്റോയിച്ചിക്കും മറ്റെങ്ങോട്ടും പോവാനില്ലല്ലോ, തൽക്കാലത്തേക്ക് അവിടെ തന്നെ തുടരാൻ സറ്റോയിച്ചി തീരുമാനിച്ചു. അവിടെ താമസിക്കുന്ന കാലയളവിൽ ഓമയുടെ നെഫ്യുവായ ഷിങ്കിച്ചിയുമായി സറ്റോയിച്ചി അടുത്ത സൗഹൃദത്തിലാകുന്നുണ്ട്. ഷിങ്കിച്ചിയാകട്ടെ ചൂതുകളിക്ക് അടിമപ്പെട്ട ഒരു പയ്യനാണ്. എപ്പോഴും ചൂതുകളിക്കാൻ പോകും. ഇതേസമയം അവിടെ തന്നെയുള്ള ഹറ്റോരി എന്നു പേരുള്ള ഒരു റോണിനെ, അതായത് സ്വതന്ത്രനായിട്ടുള്ള ഒരു സമുറായെ നമ്മൾ പരിചയപ്പെടുന്നു. ഹറ്റോരി ഒരു ജോലി അന്വേഷിച്ച് ചുറ്റി നടക്കുകയായിരുന്നു. ഹറ്റോരിയുടെ ഭാര്യ സുഖമില്ലാതിരിക്കുകയാണ്. ചികിത്സിക്കാൻ പണം വേണം. അതുകൊണ്ട് തന്നെ കുറച്ചുയർന്ന പദവിയിലുള്ള ജോലിയായിരുന്നു ഹറ്റോരി നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് അവിടുത്തെ യാക്കുസ സംഘത്തെ പറ്റി ഹറ്റോരി അറിയുന്നത്. യാക്കുസ ലീഡറിന്റെ ബോഡി ഗാർഡായാലോ എന്നൊരു ചിന്ത ഹറ്റോരിക്ക് വന്നു. പക്ഷേ ജോലി ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഹറ്റോരി തന്റെ ഭാര്യയോട് സംസാരിച്ചു. അപകടം പിടിച്ച ജോലിയായതുകൊണ്ട് ഭാര്യയുടെ പെർമിഷൻ വാങ്ങി. അതൊന്നും വേണ്ടെന്ന് ഭാര്യ പറഞ്ഞെങ്കിലും ഹറ്റോരിക്ക് ആ നിമിഷം മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം വേണമെങ്കിൽ അത്തരത്തിലെന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. പിന്നാലെ ഹറ്റോരി അവിടെ അടുത്തുള്ള ഒരു സത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ ഗിൻസോയുടെ യാക്കുസ ഗ്യാങ് കടന്നുവന്ന് സത്രമുടമയെ ഭീഷണിപ്പെടുത്തി പണപ്പിരിവ് നടത്താൻ ആരംഭിച്ചു. അത് കണ്ടുകൊണ്ട് ഹറ്റോരി അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. വാളുകൊണ്ടുള്ള തന്റെ കഴിവ് കാണിച്ച് മികച്ച വാൾപ്പയറ്റിനുടമയായ ഹറ്റോരി യാക്കുസ ഗ്യാങ്ങിനെ വിറപ്പിച്ചു. സത്രമുടമയെ സഹായിച്ചു. അങ്ങോട്ടേക്കെത്തിയ യാക്കുസ മെമ്പേഴ്സിനോട് നിങ്ങളുടെ ബോസിനെ വിളിച്ചുകൊണ്ടുവരാൻ ഹറ്റോരി പറഞ്ഞു. ഹറ്റോരി അവിടെ തുടരാൻ തുടങ്ങി. അവിടെ എത്തിയ യാക്കുസ സംഘം ഭയന്ന് മടങ്ങിപ്പോയിരുന്നു. കുറച്ചു കഴിഞ്ഞതും ഇനോസുകെ എന്നു പേരുള്ള അവരുടെ നേതാവുമായി അവർ കടന്നുവന്നു. പക്ഷേ ഗിൻസോ യാക്കുസ ഗ്രൂപ്പിന്റെ പ്രധാന തലവനായിരുന്നില്ല ഇനോസുകെ. യാക്കുസ സംഘത്തിലെ ബോസിന്റെ വലങ്കൈ മാത്രമായിരുന്നു. ഇനോസുകെ എത്തിയതും ഹറ്റോരി ഇനോസുകയോട് സംസാരിച്ചു. ഇനോസുകയോട് ഫൈറ്റ് ചെയ്യാനൊന്നും ഹറ്റോരി ഉദ്ദേശിച്ചിരുന്നില്ല. ബോസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് തന്നെ അയാളുമായി സംസാരിച്ച് യാക്കുസ സംഘത്തിന്റെ ഭാഗമാവാനായിരുന്നു. ഹറ്റോരിയുടെ കഴിവുകളും മുമ്പൊരു റോണിനായിരുന്നു എന്നും അറിഞ്ഞതും ഇനോസുകെ ഹറ്റോരിയെ തന്റെ ബോഡി ഗാർഡായി നിയമിച്ചു. മറുവശത്ത് സറ്റോയിച്ചി ഷിങ്കിച്ചിയുടെയൊപ്പം ചൂതുകളിക്കാൻ പോകുന്നുണ്ടായിരുന്നു. ചൂതുകളി കേന്ദ്രത്തിലേക്ക് എത്തിയ അവർ ചൂതുവെച്ചു. ആ ചൂതുകളി കേന്ദ്രം ഗിൻസോ ഗ്യാങ്ങിന്റേതായിരുന്നു. പക്ഷേ സറ്റോയിച്ചിക്ക് മികച്ചൊരു കഴിവുണ്ടായിരുന്നു. തന്റെ അതിമികച്ച കേൾവിശക്തി കൊണ്ട് ഡയസ് ഉരുളുന്നത് നോക്കി കൃത്യമായ നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ സറ്റോയിച്ചിക്ക് സാധിച്ചിരുന്നു. അത്തരത്തിൽ ചൂതുവെച്ച് വളരെയധികം പണം ഷിങ്കിച്ചിയും സറ്റോയിച്ചിയും സമ്പാദിച്ചു. സറ്റോയിച്ചിയുടെ ആ മഹത്വമൊക്കെ കണ്ട് ഷിങ്കിച്ചി അക്ഷരാർത്ഥത്തിൽ അതിശയിച്ചു പോകുന്നുണ്ട്. ഇതേസമയം മറുവശത്ത് ഹറ്റോരി തന്റെ ദൗത്യങ്ങൾ ആരംഭിച്ചിരുന്നു. ജിൻസോ ഗ്യാങ്ങിനെതിരെ തിരിഞ്ഞ് റിബലിയൻ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു ബിസിനസ്മാനെ ബോസിന്റെ നിർദ്ദേശപ്രകാരം ഹറ്റോരി വകവരുത്തി.
ഹറ്റോരി പിന്നീട് സത്രത്തിലേക്ക് പോയിരുന്നു. ആ സത്രത്തിലേക്കായിരുന്നു സറ്റോയിച്ചിയും വന്നു ചേർന്നത്. ഇരുവരും കുറച്ചടുത്തടുത്തായിട്ടായിരുന്നു ഇരുന്നിരുന്നതും. ആ സത്രത്തിലെ മുത്തച്ഛനായിരുന്നു ഭക്ഷണം വിളമ്പാൻ എത്തിയത്. അദ്ദേഹം നടന്നു പോകുമ്പോ സറ്റോയിച്ചിയുടെ വടി അദ്ദേഹത്തിന്റെ ദേഹം തട്ടി താഴെ വീണു. അതെടുത്ത് കൊടുത്തപ്പോഴോ അതിനുള്ളിൽ ഒരു വാളായിരുന്നു. അവിടെ ഇരുന്ന ഹറ്റോരി അത് കണ്ടിരുന്നു. ഹറ്റോരി ജാഗ്രതയോടെ സറ്റോയിച്ചിയെ നിരീക്ഷിച്ചു. സറ്റോയിച്ചിക്കെതിരെ ഹറ്റോരി ചെന്നതും അതൊരു ഫൈറ്റിന് വഴി തുറക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ തമ്മിൽ പ്രശ്നമില്ലാത്തതുകൊണ്ടും സത്രത്തിൽ നാശനഷ്ടങ്ങൾ വരണ്ട എന്ന് കരുതിയും രണ്ടുപേരും ഏറ്റുമുട്ടലിൽ നിന്നും പിന്മാറി. അടുത്ത ദിവസവും ഷിങ്കിച്ചി സറ്റോയിച്ചിയെയും കൂട്ടി ചൂതുകളി കേന്ദ്രത്തിൽ ചെന്നു. ഇത്തവണ സറ്റോയിച്ച് വെച്ച് അതേ നമ്പറുകളിൽ തന്നെയായിരുന്നു ഷിങ്കിച്ചിയും ബെറ്റുവെച്ചത്. അതോടെ ഇരുവർക്കും നല്ല തോതിൽ ഒരുപാട് പണം കിട്ടി. അവിടെ നിന്നും ഷിങ്കിച്ചി സറ്റോയിച്ചിയെ അടുത്തുള്ളൊരു വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോയി. കുറെ പണം കിട്ടിയിട്ടുള്ളതാണല്ലോ, അത് ചിലവഴിക്കണം എന്നതായിരുന്നു ഷിങ്കിച്ചിയുടെ ഉദ്ദേശം. അവിടെ വെച്ച് ഓസൈ എന്നും ഓക്കിനു എന്നും പേരുള്ള രണ്ട് ജീഷ സിബ്ലിങ്സിനെ അവർ മീറ്റ് ചെയ്യുകയാണ്. ജീഷ എന്ന് പറയുന്നത് ആ പഴയ കാലഘട്ടത്തിൽ ജപ്പാനിൽ ഉണ്ടായിരുന്ന ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനും വേശ്യാവൃത്തിയും അടക്കം ചെയ്യുന്ന സ്ത്രീകളെയായിരുന്നു. അവരിരുവരും സറ്റോയിച്ചിക്കും ഷിങ്കിച്ചിക്കും ഒപ്പം കൂടി. പക്ഷെ ആ ജീഷ സിബ്ലിങ്സുകൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, അവരുടെ പണം മുഴുവൻ മോഷ്ടിക്കുക. പക്ഷെ സറ്റോയിച്ചി അത് മനസ്സിലാക്കി. എന്തിനേറെ പറയുന്നു, രണ്ട് ജീഷകളിൽ ഒരാൾ യഥാർത്ഥത്തിൽ സ്ത്രീയല്ലെന്നും സ്ത്രീവേഷം കിട്ടിയ പുരുഷനാണ് എന്നും സറ്റോയിച്ചി തിരിച്ചറിഞ്ഞിരുന്നു. ജീഷ സഹോദരങ്ങളുടെ പ്ലാൻ തകർന്നതും അവർ സറ്റോയിച്ചിക്ക് മുമ്പിൽ കീഴടങ്ങി. തങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ സറ്റോയിച്ചിയോട് വിശദീകരിച്ചു. 10 കൊല്ലം മുമ്പ് അവർ താമസിച്ചിരുന്ന വീട്ടിൽ വലിയൊരു ആക്രമണം നടന്നു. അവരുടെ ബന്ധുക്കളെയും പാരന്റ്സിനെയും ഒക്കെ കടന്നാക്രമിച്ച സംഘം കൂട്ടക്കൊല നടത്തി. വീട്ടിലുള്ളതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി. നിലവിൽ അവിടെ ആ ഗ്രാമത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന യാക്കുസ സംഘമായിരുന്നു അന്ന് അവരുടെ ഫാമിലി തകർത്തത്. അവർക്കെതിരെ പ്രതികാരം ചെയ്യാനാണ് അവരിരുവരും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നതും. അതിനുവേണ്ടി അവരെ ഓരോരുത്തരെയും മനസ്സിലാക്കാൻ തങ്ങൾ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ജോലിയിലേക്കും എത്തിച്ചേർന്നത് എന്ന് ജീഷ സഹോദരങ്ങൾ പറഞ്ഞു. ഓക്കിനുവും സഹോദരനും തങ്ങളുടെ കഥ പറഞ്ഞു തീർത്തതും അത് സത്യമാണ് എന്ന് സറ്റോയിച്ചിക്ക് മനസ്സിലായി. അവരെ സഹായിക്കാം എന്ന് സറ്റോയിച്ചി വാക്കുകൊടുത്തു. അധികം വൈകാതെ ഷിങ്കിച്ചി സറ്റോയിച്ചി പോലെ ഡയസിന്റെ ശബ്ദം കേട്ട് നമ്പർ പറയാൻ പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. തനിക്കും സറ്റോയിച്ചിയെ പോലെ പറയാൻ പറ്റും എന്നൊരു സമയത്ത് കോൺഫിഡൻസ് തോന്നിയ ഷിങ്കിച്ചി നേരെ ചൂതുകളി കേന്ദ്രത്തിലേക്ക് ചെന്നു. ചൂത് കളിച്ചു. പക്ഷേ ഷിങ്കിച്ചിയുടെ ഊഹങ്ങൾ മുഴുവൻ തെറ്റി. എന്തിനേറെ പറയുന്നു, കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും നഷ്ടപ്പെട്ടായിരുന്നു ഷിങ്കിച്ചി അന്ന് അവിടെ നിന്നിറങ്ങിയത്. ചൂതുകളി കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷിങ്കിച്ചി ഒരു കാഴ്ച കണ്ടു. ഇനോസുക്കെയും ആളുകളും ചേർന്ന് അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് പണം പിരിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു അത്. ഷോപ്പുടമ അവർക്ക് പണം കൊടുക്കാൻ വിസമ്മതിച്ചു. അതോടെ ഇനോസുക്കെ തന്റെ ആളുകളോട് ആ ഷോപ്പുടമയെ വലിയ തോതിൽ മർദ്ദിക്കാൻ ഉത്തരവിടുകയാണ്. പിന്നാലെ ആ ഷോപ്പിലെ വസ്തുക്കളും അവർ നശിപ്പിച്ചു കളഞ്ഞു. ഇതേസമയം മറുവശത്ത് ജീഷ സഹോദരങ്ങൾ അടുത്തുള്ള സത്രത്തിലെത്തിയിരുന്നു. സത്രമുടമയുമായി അവർ സംസാരിച്ചു. തങ്ങളെ പണക്കാരായ വ്യക്തികൾക്ക് പരിചയപ്പെടുത്താനും കുറച്ച് പണം സമ്പാദിക്കാനാണെന്നും അയാൾക്കും ഗുണമുണ്ടാകും എന്നും അവർ പറഞ്ഞു. ആ സത്രമുടമ അന്ന് രാത്രിയിൽ അവരെ സമ്പന്നനായ ഒരു ബിസിനസ്സുകാരന് പരിചയപ്പെടുത്തി. അങ്ങനെ അയാളെ എന്റർടൈൻ ചെയ്യിപ്പിക്കേണ്ടുന്ന അവസരം അവർക്ക് മുമ്പിലേക്ക് വന്നു. അവർ തങ്ങളുടെ പ്രവൃത്തികൾ ആരംഭിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബിസിനസ്സുകാരന്റെ അസിസ്റ്റന്റിനെ ഒക്കിനു ശ്രദ്ധിച്ചു. അയാളുടെ ശരീരത്തിൽ പച്ചകുത്തിയ പാടുണ്ടായിരുന്നു. അതും യാക്കുസ സംഘത്തിലെ ആളുകൾ കുത്തുന്ന പാട്. കൃത്യമായി പറഞ്ഞാൽ 10 കൊല്ലം മുമ്പ് അവരുടെ പാരന്റ്സിനെ അടക്കം കൊലപ്പെടുത്തിയ അതേ യാക്കുസ സംഘത്തിലെ വ്യക്തിയായിരുന്നു അസിസ്റ്റന്റായി അവിടെ ഉണ്ടായിരുന്നത്. ഒട്ടും വൈകിയില്ല, അവൾ അയാളെ ആക്രമിച്ചു. മറ്റൊരിടത്ത് സറ്റോയിച്ചിയും ഷിങ്കിച്ചിയും കൂടി വീണ്ടും ചൂതുകളി കേന്ദ്രത്തിലെത്തിയിരുന്നു. എപ്പോഴും സറ്റോയിച്ചി വിജയിക്കുന്നതാണല്ലോ. അത് മനസ്സിലാക്കിയിരുന്ന യാക്കുസ സംഘത്തിലെ ചൂതുകളി നടത്തിയിരുന്ന വ്യക്തികൾ അതിൽ ചെറിയ തട്ടിപ്പ് കാണിച്ചു. സറ്റോയിച്ചി ഉടൻ അത് തിരിച്ചറിഞ്ഞിരുന്നു. സറ്റോയിച്ചി ഒട്ടും മടിച്ചില്ല. ചതി കാണിച്ചവരെ ആ നിമിഷം തന്റെ വാളൂരി ആക്രമിച്ചു. അവിടുണ്ടായിരുന്ന യാക്കുസ സംഘത്തിലെ മുഴുവൻ ആളുകളെയും സറ്റോയിച്ച് വകവരുത്തി. ആ ചൂതുകളി കേന്ദ്രം യാക്കുസ സംഘത്തിന്റേതാണെന്നും അവരിലേക്കെത്താൻ ഇതാണ് എളുപ്പവഴി എന്നും സറ്റോയിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ജിൻസോ യാക്കുസ ഗ്യാങ്ങിന്റേതാണല്ലോ ആ ചൂതുകളി കേന്ദ്രം. അതേ ഗ്യാങ് ആണ് ഓക്കിനുവിന്റെയും മോസയുടെയും പാരന്റ്സിനെയും വകവരുത്തിയത്. അവരെ സഹായിക്കാം എന്ന് സറ്റോയിച്ച് വാക്കുകൊടുത്തിരുന്നതാണല്ലോ. അതായിരുന്നു അദ്ദേഹം പ്രവർത്തിക്കുന്നതും. ചൂതുകളി കേന്ദ്രത്തിൽ നടന്ന വിവരം ഇനോസുക്കയുടെ ചെവിയിലെത്തി. ഹറ്റോരിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനും
ആരാണോ പ്രശ്നക്കാരൻ അയാളെ വകവരുത്താനും ഇനോസുകെ ഉത്തരവിട്ടു. ചൂതുകളി കേന്ദ്രത്തിലെത്തി കൂട്ടക്കൊല നടന്ന ഇടവും മറ്റും ഹറ്റോരി നിരീക്ഷിച്ചു. അത്രമേൽ കഴിവുള്ള ഒരു വാൾപ്പയറ്റുകാരന് മാത്രമേ ഇങ്ങനെ കൊല്ലാൻ സാധിക്കൂ എന്ന് ഹറ്റോരിക്ക് മനസ്സിലായിരുന്നു. അത്തരത്തിൽ അവിടെ ആകെ ഉണ്ടായിരുന്നത് സറ്റോയിച്ചി മാത്രമായിരുന്നല്ലോ. അതുകൊണ്ട് സറ്റോയിച്ചി ആയിരിക്കും ഇതിനു പിന്നിൽ എന്ന് ഹറ്റോരി ഊഹിച്ചെടുത്തു. അതിനുവേണ്ട കൃത്യമായ തെളിവുകളും ഹറ്റോരിയുടെ പക്കലെത്തി. അധികം വൈകാതെ തന്റെ ഗ്യാങ് മെമ്പേഴ്സിനോട് സറ്റോയിച്ചിക്ക് വേണ്ടി തിരച്ചിൽ നടത്താൻ ഹറ്റോരി ഉത്തരവിടുകയാണ്. ഇതേ സമയം ഷിങ്കിച്ചിയും സറ്റോയിച്ചിയും ജേഷ സഹോദരങ്ങളും ഒരിടത്ത് തന്നെ ഉണ്ടായിരുന്നു. ഹറ്റോരി തങ്ങളെ കണ്ടെത്തിയേക്കും എന്ന് ഷിങ്കിച്ചിക്ക് ഭയം തോന്നി. സുരക്ഷിതമായി ഇരിക്കാൻ നല്ലത് ആന്റി ഓമയുടെ വീടാണ് എന്ന് ഷിങ്കിച്ചി പറഞ്ഞു. തൽക്കാലത്തേക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് സറ്റോയിച്ചിയെയും കൂട്ടി ജേഷ സഹോദരങ്ങളെയും കൂട്ടി ഷിങ്കിച്ചി അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയം ജിൻസോ ഗ്യാങ് ആകട്ടെ തങ്ങളുടെ ചൂതുകളി കേന്ദ്രം തകർന്നുപോയല്ലോ. മറ്റൊരു സംഘം നടത്തുന്ന ചൂതുകളി കേന്ദ്രം പിടിച്ചെടുക്കാൻ അവർ ശ്രമം ആരംഭിച്ചു. പതിവ് പോലെ ആക്രമണം തന്നെയായിരുന്നു അവരുടെ രീതി. പക്ഷെ ഇത്തവണ അവരുടെ കൂട്ടത്തിൽ ഹറ്റോരിയും ഉണ്ടായിരുന്നല്ലോ. ഹറ്റോരിയുടെ വാൾപ്പയറ്റ് കഴിവുകൊണ്ട് വളരെ എളുപ്പത്തിൽ എതിരാളികളെ പരാജയപ്പെടുത്തി ഒക്കെ നേടിയെടുക്കാൻ യാക്കുസ ഗ്യാങ്ങിന് സാധിക്കുകയാണ്. ഇതൊക്കെ ഷിങ്കിച്ചി മറിഞ്ഞു നിന്ന് കണ്ടിരുന്നു. ഭയത്തോടെ ഷിങ്കിച്ചി സറ്റോയിച്ചിയുടെ അടുത്തെത്തി കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. യാക്കുസ ഗ്യാങ്ങിന്റെ കൂടെ വളരെ കഴിവുള്ള ഒരു വാൾപ്പയറ്റുകാരൻ ഉണ്ടെന്നും അപകടമാണെന്നും കൂട്ടിച്ചേർത്തു. പിന്നാലെ ഒക്കിനുവും സറ്റോയിച്ചിയും സംസാരിച്ചു. ഒക്കിനുവിന് അങ്ങാടിയിലേക്ക് തിരികെ പോകണം എന്നുണ്ടായിരുന്നു. തലേ ദിവസം അവർ മീറ്റ് ചെയ്ത ആ ബിസിനസ്സുകാരനുണ്ടല്ലോ, അയാളെ കണ്ട് ജിൻസോ ഗ്യാങ്ങിനെ പറ്റി കൂടുതൽ വിവരമറിയാൻ പറ്റിയേക്കും എന്നായിരുന്നു അവൾ പറഞ്ഞത്. ഇതേസമയം ഷിങ്കിച്ചിയും ഓസയും ഒന്നിച്ചു കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ പുരുഷനാണെങ്കിലും സുന്ദരിയായ ഒരു സ്ത്രീയെപ്പോലാണല്ലോ ഓസൈ കാണപ്പെട്ടിരുന്നത്. അതിനെപ്പറ്റി ഷിങ്കിച്ച് ചോദിച്ചു. ചെറുപ്പം തൊട്ടേ തനിക്ക് സ്ത്രീകളുടെ മുഖഭാവവും മുഖച്ചായുമൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മേക്കപ്പ് ചെയ്യാനും അണിഞ്ഞൊരുങ്ങാനും താൻ മിടുക്കനുമാണ്. അതുകൊണ്ടാണ് തന്നെ കണ്ടാൽ സ്ത്രീയെപ്പോലെ തോന്നുന്നത് എന്ന് ഓസൈ വിശദമായി പറഞ്ഞു. യാക്കുസ ഗ്രൂപ്പിനെ പറ്റി കൂടുതൽ അറിയാനും അതിന്റെ ബോസാരെന്ന് മനസ്സിലാക്കാനും രണ്ട് ജയ്ഷ സഹോദരങ്ങളും വീണ്ടും അങ്ങാടിയിലെത്തി. അവിടുത്തെ സത്രത്തിലേക്ക് ചെന്നു. സത്രം ഉടമയെ കണ്ട് മുമ്പ് തങ്ങൾ മീറ്റ് ചെയ്ത സമ്പന്നനായ വ്യക്തിയെപ്പറ്റിയും അയാൾക്ക് വീണ്ടും തങ്ങളുടെ സർവീസ് എടുക്കാൻ താല്പര്യമുണ്ടാകും എന്ന തരത്തിലും അവർ സംസാരിച്ചു. അയാളെ കണ്ടാൽ താൻ ഈ കാര്യം അറിയിക്കാം എന്നായിരുന്നു സത്രമുടമ പറഞ്ഞത്. പിന്നാലെ അവരിരുവരും എവിടെയാണ് തങ്ങുന്നത് എന്നാ സത്രമുടമ തിരക്കി. ഒക്കിനും നിഷ്കളങ്കമായി താനും ഓസയും ജീവിക്കുന്നത് ആൻഡോമയുടെ വീട്ടിലാണ് എന്നവൾ അറിയിച്ചു. തങ്ങൾക്ക് കാവലായി ഷിങ്കിച്ചിയും സറ്റോയിച്ചിയും ഉണ്ടെന്നും അവൾ കൂട്ടിച്ചേർത്തു. കുറച്ചു കഴിഞ്ഞ് സത്രമുടമ തന്നെ വന്ന് ജേഷ സഹോദരങ്ങളോട് പറഞ്ഞു, സമ്പന്നനായ വ്യക്തി ഇന്ന് രാത്രി നിങ്ങൾക്കായി കാത്തിരിക്കും. നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നാ മതി. വൈകാതെ രണ്ട് സഹോദരങ്ങളും സമ്പന്നനായ വ്യക്തിയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ അതൊരു ചതിയാണ് എന്നവർ മനസ്സിലാക്കിയിരുന്നില്ല. യാഥാർത്ഥത്തിൽ ആ സത്രമുടമ യാക്കുസ ഗ്യാങ്ങിന്റെ ആളായിരുന്നു. ജേഷ സഹോദരങ്ങളെപ്പറ്റിയും സറ്റോയിച്ചിയെപ്പറ്റിയും ഷിങ്കിച്ചിയെപ്പറ്റിയും വിവരമറിഞ്ഞിരുന്ന അയാൾ യാക്കുസ ഗ്യാങ്ങിന് അവരെ ഒറ്റുകൊടുത്തു. സമ്പന്നനായ വ്യക്തിയുടെ ഇടത്തെത്തിയതും ഇനോസുക്കെയും സംഘവും അവരെ ചുറ്റിവളഞ്ഞു. ഇതേ സമയം തന്നെ മറുവശത്ത് ജിൻസോ യാക്കുസ ഗ്രൂപ്പിലെ കുറെ സംഘാംഗങ്ങൾ ആൻഡോമയുടെ വീട്ടിലേക്കും ചെന്നിരുന്നു. സറ്റോയിച്ചിയെയും ഷിങ്കിച്ചിയെയും അവർ അവിടെ നോക്കി. അവർ അവിടെ ഇല്ലെന്ന് കണ്ടതും ആൻഡോമയുടെ വീടിന് അവർ തീയിട്ടു. മറുവശത്ത് ജേഷ സഹോദരങ്ങൾ രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ചെങ്കിലും അവർ കൊല്ലപ്പെടാൻ എന്ന മട്ടിൽ ബന്ദിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാഗ്യവശാൽ കൃത്യസമയം സറ്റോയിച്ചി അങ്ങോട്ടേക്ക് കടന്നു വന്നു. പിന്നെ അവിടെ നടന്നത് കനത്ത പോരാട്ടമായിരുന്നു. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ രണ്ട് സഹോദരങ്ങളെയും സറ്റോയിച്ച് സുരക്ഷിതരാക്കി. പക്ഷെ ആ ഏറ്റുമുട്ടലിൽ ഇനോസുക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടോടിയിരുന്നു. ഇനോസുക്കയെ പിന്തുടർന്നതെന്ന് സറ്റോയിച്ച് എത്തിച്ചേർന്നത് ഹറ്റോരിയുടെ മുമ്പിലേക്കായിരുന്നു. സമുറായായ ഹറ്റോരി സറ്റോയിച്ചയ്ക്കെതിരെ വന്നു. പിന്നെ പറയണ്ടല്ലോ, കരുത്തുറ്റ രണ്ട് യോദ്ധാക്കൾ. ശക്തമായ പോരാട്ടം നടന്നു. എന്നിരുന്നാലും കൂടുതൽ എക്സ്പീരിയൻസും കഴിവുകളും ഉള്ളത് എന്തൊക്കെ പറഞ്ഞാലും സറ്റോയിച്ചിക്ക് തന്നെയാണല്ലോ. സറ്റോയിച്ചി ഹറ്റോരിയെ വകവരുത്തി കളഞ്ഞു. അടുത്ത ദിവസം നദിയിൽ ജീവനില്ലാതെ ഇനോസുക്കെ കാണപ്പെട്ടിരുന്നു. നിലവിൽ ആക്രമണം നടത്തിയിരുന്ന യാക്കുസ സംഘത്തിലെ പ്രധാന പോരാളികളൊക്കെ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോഴും യാക്കുസ സംഘത്തിന്റെ ബോസ് ആരാണ് എന്ന കൃത്യമായ വിവരം ആർക്കും കിട്ടിയിരുന്നില്ല. തങ്ങൾ സുരക്ഷിതരാണ് എന്ന് മനസ്സിലായതും ജേഷ സഹോദരങ്ങളും സറ്റോയിച്ചിയും ഷിങ്കിച്ചിയും ആൻഡോമയും ഒന്നിച്ചു വന്നു. കത്തിപ്പോയ ആൻഡോമയുടെ വീട് അവർ പുനർനിർമ്മിക്കാൻ ആരംഭിച്ചു. തങ്ങളുടെ പാരന്റ്സിനെ കൊന്ന ഏവരെയും വകവരുത്തി എന്നൊരാശ്വാസം ജേഷ സഹോദരങ്ങൾക്കുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അധികം വൈകാതെ സറ്റോയിച്ച് വീണ്ടും നാടോടിയായുള്ള തന്റെ യാത്ര തുടരാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്ന് പോകുന്നതിനു മുമ്പ് തങ്ങളെ ഒറ്റുകൊടുത്ത സത്രമുടമയെ മീറ്റ് ചെയ്യാൻ സറ്റോയിച്ച് ചെന്നു. പോകുന്ന വഴിയിൽ സറ്റോയിച്ചയെ ആക്രമിക്കാൻ ഒരു സംഘം ആയുധധാരികൾ എത്തിയിരുന്നു. അവർക്കെതിരെ ശക്തമായി പോരടിച്ച് അവരെയൊക്കെ വകവരുത്തിയ ശേഷം അവരെ അയച്ചത് സത്രമുടമയാണ് എന്ന് മനസ്സിലാക്കി സറ്റോയിച്ചി അങ്ങോട്ടേക്ക് കടന്നെത്തി. അവിടെ എത്തിയതും സത്രമുടമയോട് സംസാരിച്ചപ്പോൾ അയാൾ യാക്കുസ സംഘത്തിന്റെ ബോസിന്റെ കമാൻഡന്റ് ആണ് എന്ന കാര്യം സറ്റോയിച്ചി തിരിച്ചറിഞ്ഞു. അയാളെ വകവരുത്തുന്നതിന് മുമ്പ് സറ്റോയിച്ചി അയാൾക്ക് മുമ്പിൽ തന്റെ കണ്ണുകൾ തുറന്നു. തീക്ഷ്ണമായ 2 കണ്ണുകൾ. അത് കണ്ട് അയാൾ ഭയപ്പെട്ടിരുന്നു. സത്രമുടമയെ വകവരുത്തിയ സറ്റോയിച്ചി അവിടെ ഉണ്ടായിരുന്ന മുത്തച്ഛന്റെ അടുത്തേക്ക് ചെന്നു. അവിടായിരുന്നു ട്വിസ്റ്റ് ഉണ്ടായിരുന്നത്. യാഥാർത്ഥ്യത്തിൽ യാക്കുസ സംഘത്തിന്റെ ബോസ് വൃദ്ധനായ ആ മനുഷ്യനായിരുന്നു. സത്രത്തിൽ ജോലിക്കാരനായി കാണപ്പെട്ടിരുന്ന ഏവരിൽ നിന്നും ഒളിച്ചു നിന്നിരുന്ന ആ മനുഷ്യൻ തന്റെ കമാൻഡന്റിനെ സത്രമുടമയായി കാണിച്ച് അവിടുത്തെ മുത്തച്ഛൻ എന്ന പേരിൽ ശത്രുക്കളിൽ നിന്ന് ഒളിച്ചു ജീവിക്കുകയായിരുന്നു അയാൾ ചെയ്തിരുന്നത്. അവിടെ നടന്ന മുഴുവൻ പ്രവൃത്തികളുടെയും സൂത്രധാരനും എല്ലാം തന്നെ അയാളായിരുന്നു. പ്രായമേറിയ ആ മനുഷ്യന് തന്റെ പ്രവൃത്തിയിൽ ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. സറ്റോയിച്ചി അതുകൊണ്ട് തന്നെ അയാളെ കൊല്ലാൻ കൂട്ടാക്കിയില്ല. സറ്റോയിച്ചി അയാളുടെ കാഴ്ചശക്തി എടുത്തു. ദുരിതത്തിലൂടെ ജീവിക്കാൻ അയാളെ അവിടെ ഉപേക്ഷിച്ചു. സറ്റോയിച്ചി വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു. പക്ഷേ പോകുന്ന വഴിയിൽ അയാൾ ഒരു കല്ലിൽ തട്ടി കെണിയിൽപ്പെട്ടു വീണു. വീഴാൻ പോയത് ഒരു പാറപ്പുറത്തേക്ക് തലയിടിച്ചിട്ടായിരുന്നു. ആ നിമിഷം സറ്റോയിച്ചിയുടെ വാക്കുകൾ ഉയർന്നു കേട്ടു. നിലവിൽ എന്റെ കണ്ണുകൾ തുറന്നിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.